2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയം രാമക്ഷേത്രവും ബാബരിയും ഗ്യാൻവാബിയും ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം. അതായത് ഇനിയിപ്പോൾ ഒന്നുമില്ല, മുല്ലപ്പെരിയാർ ഡാമിനടിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊളിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി മുല്ലപ്പെരിയാർ പൊളിക്കും. അല്ലാതെ ഇനി മുല്ലപ്പെരിയാർ വേറൊരു വഴിക്കും പൊളിച്ച് പുതിയതാക്കാൻ വേറെ വഴിയും കാണില്ല. അപ്പം തന്നെ ഏകദേശം ഞാൻ പറഞ്ഞൊരു സർക്കാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് ഡേ ബൈ ഡേ പോകുന്നത്. അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടത്. തളി ശിവക്ഷേത്രം കാണാനില്ല, ഭക്തർ കോടതിയിൽ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, മലപ്പുറത്തെ അമ്പലം എവിടെ. ABC മലയാളത്തിലാണ് ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ എനിക്കൊരു കാര്യം ഫ്ലാഷായി. ഓക്കെ, അതായത് ഇന്ത്യയുടെ നോർത്ത് നിന്ന് തുടങ്ങുന്ന ആ ഒരു പ്രൊജക്റ്റ്, ഇപ്പോൾ പ്രൊജക്റ്റ് മലപ്പുറം എന്നുള്ള പേരിലായിരിക്കും മിക്കവാറും ഈ സംഗതി ഇവിടെ വരാൻ പോണത്. കാരണം ഇവിടെ ഒരു അമ്പലം പൊളിച്ച് പള്ളി പണിതു എന്നൊക്കെ, അതും പ്രത്യേകിച്ച് മലപ്പുറം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോണത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് ഇത് നിങ്ങളുടെ എന്താ പറയുക പൊളിറ്റിക്കൽ അജണ്ടയാണെന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയും വിവരവും വിവേകവും ഉള്ളത് കൊണ്ട് പ്രൊജക്റ്റ് മലപ്പുറം അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താണെങ്കിലും എന്താണ് ഈ വിഷയം എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. പുരാതനമായ തളി മഹാദേവ ക്ഷേത്രം കാണാനില്ല. 2.5 ഏക്കർ ഭൂമിയിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രമാണ് കാണാതായിരിക്കുന്നത്. ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് സംഭവം. പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രമാണ് ഈ വിധത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നത്. ഒരു അമ്പലം ഫുൾ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അതായത് ഈ അപ്രത്യക്ഷമായ അമ്പലം അപ്രത്യക്ഷമാകുന്നത് വരെ, അല്ലെങ്കിൽ ആയതിനു ശേഷം അവിടെ ഒരു പള്ളി ഉണ്ടാക്കുന്നത് വരെ ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല എന്നും ഒരു മനുഷ്യനും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നും പറയുമ്പോൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ലേശം പാടാണ്. അപ്പോഴേ മനസ്സിലാക്കാം അടുത്ത പരിപാടികൾ വരുന്നതാണ്. സംഘ് ഗ്രൂപ്പിൻ്റെ അടുത്ത പരിപാടി പ്രൊജക്റ്റ് മലപ്പുറം ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മലപ്പുറക്കാരനായ ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ആക്ച്വലി ഈ ന്യൂസിൻ്റെ ഒരു തുടക്കം വരുന്നത് ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിന്നാണ്. ദിനേശ് തിരൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇത് പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്കിലെ ഒരു പുരാതന തളി ക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ്. 2.15 ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള മതിലോടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം. ഉപദേവതകൾ വേറെയും ഉണ്ടായിരുന്നു. ഇതിന് കിഴക്ക് തളി ക്ഷേത്ര കുളവുമുണ്ട്. ഗുരുവായൂർ ദേവസ്വവും മല്ലീശ്വരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ. ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു. തളി ക്ഷേത്രഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥരാണ്. 2002 ഈ ക്ഷേത്രഭൂമിയിൽ വന്ന് ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട്. തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല, പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത്. കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു. കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വിവരം ലഭ്യമായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ അവർകൾ മുഖേന സർക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഗതി ഈ ദിനേശ് തിരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ പറഞ്ഞ അമ്പലം പൊളിച്ച് പൊന്നാനിയിൽ പള്ളി ഉണ്ടാക്കി എന്നുള്ള ഈ ഒരു ന്യൂസ് വരുന്നതും. ഓക്കെ, ഇതിൽ 2002 ഈ ഭൂമിയിൽ ക്ഷേത്രം കണ്ടു എന്നാണ് പറയുന്നത്. ഈ 2002 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നിക്കുള്ള സമയമൊന്നും അല്ല. 2002 അവിടെ ക്ഷേത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇതേപോലെ ക്ഷേത്രങ്ങളാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കല്ല് വെച്ചുണ്ടാക്കിയ കണ്ട ക്ഷേത്രം പോലെ തോന്നും. പക്ഷെ അത് ഈ ഒരുപാട് പണ്ടൊക്കെ ആളുകൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഇരുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പന്തൽ പോലത്തെ സെറ്റപ്പുകളാകാം. അങ്ങനെ കുറേ അമ്പലമായിട്ട് ബന്ധപ്പെടാത്തതന്നെ കുറേ അങ്ങനത്തെ കല്ലിൽ ഉണ്ടാക്കിയ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇതിപ്പോൾ 2002 ഇനിയിപ്പോൾ അവിടെ ഒരു അമ്പലം കണ്ടു എന്ന് വെച്ചോ, ആ അമ്പലത്തിൽ ഇനിയിപ്പോൾ പൂജ മുടങ്ങിയ അമ്പലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിനൊരു പുനരുദ്ധാരണം ചെയ്ത് അവിടെ രണ്ടാമതൊക്കെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ആളുകൾ അന്ന് ശ്രമിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. പോട്ടെ, ആ അമ്പലം ഫുള്ളായിട്ട് പൊളിച്ച്
അവിടെ ഒരു പള്ളി ഫുള്ളായിട്ട് പണിഞ്ഞു കൊണ്ടുവരുന്നത് വരെ ഈ ഹിന്ദു അവിടുത്തെ എന്താ പറയുക ഈ സഭ ആരാണോ ഇത് ക്ഷേത്രഭൂമിയിൽ പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയ ആ ടീം നിങ്ങളവിടെ അതൊക്കെ കണ്ടു മിണ്ടാതിരിക്കുകയായിരുന്നു. എന്തോ ഇതൊരു എനിക്ക് ഒട്ടും മനസ്സിലാവണല്ലോ ഇവർ ഇപ്പോൾ ഈ ഒരു കുത്തിപ്പൊക്കൽ പരിപാടി എന്തിനു ചെയ്തു എന്നുള്ളത്. ഏകദേശം പ്രൊജക്റ്റ് മലപ്പുറം നോർത്തിലെ പോലെ കൊണ്ടുവരാനാണ് എന്നുണ്ടെങ്കിൽ നടക്കട്ടെ. കേരളമാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, പ്രത്യേകിച്ച് മലപ്പുറമാണ്, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകില്ല. പക്ഷേ കമൻറ്റ് ബോക്സിനകത്ത് കുറേ പേര് വന്നിട്ടുണ്ട്, ഈശ്വര എന്താ കാണുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, സത്യമായ കാര്യം, തളി ക്ഷേത്ര ഭൂമിയാണെന്ന രേഖയാണ് അവരുടെ കയ്യിലുള്ളത്. കേസിന് പോവാൻ പണം വേണം. കൃഷ്ണരാജ വക്കീലുമായി പണം കൊടുക്കണമല്ലോ. ചുരുങ്ങിയത് 25,000 രൂപയെങ്കിലും കരുതണം. തുടക്കത്തിൽ കൃഷ്ണരാജ വക്കീലിനെ സമീപിച്ചിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ പുതിയ വിവരം. കാഞ്ഞിരമുകൾ തളി മഹാദേവന് നീതി ദേവതയിൽ നിന്നും നീതി കിട്ടുമെന്ന് യാതൊരു വിതർക്കങ്ങളുമില്ലാതെ കാര്യങ്ങൾ പര്യവസാനിക്കാനും കരുതുന്നു. കോടതിയിൽ വിശ്വസിച്ച് നിയമപരമായി മുന്നോട്ട് പോകട്ടെ. ഓഹോ, അപ്പം ഈ നാട്ടുകാർ പിരിച്ചിട്ട് വേണം ഇതിന് പൈസ കൊടുത്തിട്ട് കോടതിയിൽ പോയിട്ട് ഈ സംഗതി വാദിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പം അങ്ങനെ ഒരു വഴിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് അങ്ങനെ പോകുമ്പോൾ ഞാൻ വേറൊരു കമൻറ്റ് കണ്ടു. ഞാൻ കാഞ്ഞിരമുക്ക് സ്വദേശിയാണ്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ സംഗതിയാണ് ഇവിടെ പറഞ്ഞത്. MI ഹൈസ്കൂൾ ആയിരുന്നു അവിടെ സ്ഥിതി ചെയ്തിരുന്നത്. 2000-2018 വരെ സ്കൂൾ ഉണ്ടായിരുന്നു. എൻ്റെ 3 കുട്ടികളും ഈ സ്കൂളിലായിരുന്നു പഠിച്ചത്. ആദ്യ സഭക്കാർ നേരിട്ട് സ്കൂൾ നടത്തിയിരുന്നു. കുട്ടികൾ കുറവായതുകൊണ്ട് പൂട്ടുകയായിരുന്നു. പിന്നീട് വേറൊരു മാനേജ്മെൻറ്റുകാർ നടത്തി, അത് പൂട്ടി. പിന്നീടാണ് അറബിക് കോളേജും പള്ളിയും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 1980 കാലത്ത് ഏതോ പൊളിഞ്ഞ കെട്ടിടം മൺകൂനയായി കിടന്നിരുന്നതല്ലാതെ അവിടെ മറ്റൊന്നും കണ്ടില്ല. അപ്പം അവിടെ ഉള്ളൊരു വ്യക്തി എന്നുള്ള പറഞ്ഞിട്ട് അയാളാണ് ഈ കമൻ്റ് ഇടുന്നത്. പിന്നെ ഹിന്ദുക്കൾ ഉണരൂ, എവിടെ ഹിന്ദുക്കൾ എന്ന് ചോദിച്ച ഒരുപാട് കമൻ്റ് ഉണ്ട്. 2002 വരെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് പറയുന്നവർ അത് പൊളിച്ചു കളഞ്ഞ് പള്ളി പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് വരെ അവിടെയുള്ള ഹിന്ദുക്കൾ ആരും ഇത് കണ്ടില്ലെന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമാണ്. ഇതുപോലെ എത്ര ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അതെല്ലാം ഇനിയും കണ്ടെത്തി സുരക്ഷിതമാക്കാൻ ഹിന്ദുക്കളെയും ഹിന്ദു സംഘടനകളെയും മുന്നോട്ട് വരട്ടെ. ദിനേശ് ഏട്ടന് ബിഗ് സല്യൂട്ട്. അങ്ങനെ കുറേ വേറെയും പോസ്റ്റുകൾ കുറേ ഇതിനടിയിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനടിയിലൊരു വിവരം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കണ്ടു. രജിസ്റ്റർ തളിയിലെ അമ്പലപ്പറമ്പ് എന്ന് കൂടി പേര് പറയുന്ന തളിയിൽ തെക്കേ കണ്ടം പറമ്പും സകല കുഴിക്കൂറു ചമയങ്ങളും കൂട്ടി സർവേ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ ആധാരത്തിൻ്റെ പീസാണ്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് മലപ്പുറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാട് ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് കർമ്മ ന്യൂസിൽ ഞാൻ വേറൊരു ന്യൂസ് കണ്ടിട്ട്, ഹമാസ് മോഡൽ തുരങ്കം എങ്ങനെ ഉണ്ടായി, മലപ്പുറത്ത് ദേശീയപാതയ്ക്കടിയിൽ വൻ തുരങ്കം കണ്ടെത്തി, ജോലികൾ നിർത്തിവെച്ചു, തുരങ്കം പരിശോധിക്കാൻ വിദഗ്ധർ എത്തി. ഒന്ന് ആലോചിച്ചു, ഒരു റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് കൂടി ഒന്നുള്ളൂ എന്നിട്ട് പറയാക്കി. മലപ്പുറത്ത് തേഞ്ഞിപ്പാലം ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂറ്റം തുരങ്കം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. 6 വരി ദേശീയപാതയിൽ മണ്ണ് നീക്കിയപ്പോഴാണ് 2 ആഴത്തിലുള്ള തുരങ്കം കണ്ടെത്തിയിട്ടുള്ളത്. ഇത്ര വലിയ തുരങ്കം എവിടെ നിന്ന് വന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം നാം ഇതിനു മുൻപ് കൂറ്റൻ തുരങ്കത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് ഗാസയിൽ നിന്നാണ്. എങ്ങനെ ഇരിക്കുന്നു ഇവര്? ചന്ദ്രനിൽ ഇനിയൊരു കുഴി കണ്ടു കഴിഞ്ഞാൽ അത് ഗാസയിലുള്ള കുഴിയാണ്, ഹമാസിന്റെ കുഴിയാന്ന് പറയൂ. മലപ്പുറത്ത് വന്ന് ചില കിണർക്ക് എത്തിപ്പാളി നോക്കിയിട്ട് ഇത് ഹമാസിന്റെ തുരങ്കാന്ന് പറയും ചിലപ്പോൾ ഈ ടീമുകളൊക്കെ. ഇവർക്കൊക്കെ മലപ്പുറം എന്ന് പറയുമ്പോഴും ഇപ്പം മുസ്ലിങ്ങളും തീവ്രവാദം ഇതൊക്കെയാണ് നിങ്ങളെ ചിന്ത. ഞങ്ങൾ മലപ്പുറത്ത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ മറ്റേ പള്ളിപ്പറമ്പിൽ രാമനെ വെക്കാനോ അതോ ഇനി അമ്പലപ്പറമ്പിൽ അള്ളാഹുവിനെ വെക്കാനോ ആരും ഇങ്ങോട്ട് പ്രൊജക്റ്റ് മലപ്പുറമായിട്ട് വരണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്തിട്ട് ഇവിടെ അടി ഉണ്ടാക്കരുത്. വളരെ മനസമാധാനത്തിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. കഷ്ടം തന്നെ ഇത് കാര്യത്തിൽ പറയാണ്. കാരണം ഇവിടെ ഓരോ ഭൂമിയും തുറന്നിട്ട് ഇനി എന്താവും, എല്ലായിടത്തും അമ്പലം ഉണ്ടെന്ന് പറയും. നിങ്ങൾക്ക് അത്ര ഇനിയിപ്പോൾ തുറന്നു നോക്കി അമ്പലം കണ്ടുപിടിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു
ഒരു ഉപകാരം മനുഷ്യന് വരണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. മുല്ലപ്പെരിയാർ ഡാമിന് അടിയിൽ ഒരു അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പോയി തുരക്ക്. അങ്ങനെയെങ്കിലും അതൊന്ന് ഡെമോളിഷ് ചെയ്ത് പുതിയത് ഉണ്ടാക്കൂലോ. അല്ലാതൊന്നും ഇതുകൊണ്ട് ആർക്ക് ലാഭം? മതം തിന്ന് ജീവിക്കുന്നവർക്ക് കുറച്ച് ലാഭം, പിന്നെ കുറച്ച് വോട്ട് കിട്ടും കുറേ ടീമിന്. അത്രയേ ഉള്ളൂ.